അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഉപ്പ തൻ്റെ പിൻഗാമിയാവാൻ ഒരു സൽപുത്രന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിരന്തരം പ്രാർത്ഥിക്കുന്നത് കാണാം. ഒടുവിൽ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് റബ്ബ് സുബ്ഹാനഹു തആല ഒരു മകനെ നൽകുകയാണ്. തഫ്സീറുകളിൽ കാണാം, ഏതാണ്ട് ആ മകന് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ കൈയും പിടിച്ച് മിനാ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലേക്ക് നടക്കുകയാണ് ആ ഉപ്പ. ആ ഉപ്പ മകനോട് പറയുന്നുണ്ട്, മകനെ, നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന്, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന്. ഏതെങ്കിലും ഒരു ഉപ്പ തൻ്റെ മകനോട് ഇത് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ ആ മക്കളുടെ മറുപടി എന്തായിരിക്കും? എന്നാൽ നമുക്കറിയാം, ആ മകൻ ഉടനെ മറുപടി പറഞ്ഞു, ഉപ്പ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്യൂ, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെന്നെ ക്ഷമാശീലരായവരുടെ കൂട്ടത്തിൽ കാണാമെന്ന്. സുബ്ഹാനല്ലാഹ്. ഇനിയാണ് ആ വല്ലാത്ത നിമിഷം. റബ്ബ് സുബ്ഹാനഹു തആല സൂറത്തു സാഫാത്തിലെ 103-ാമത്തെ വചനത്തിൽ ആ രംഗം വിവരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. അങ്ങനെ രണ്ടുപേരും കൽപ്പനയ്ക്ക് കീഴടങ്ങുകയും അദ്ദേഹം അവനെ നെറ്റിവെച്ച് കമഴ്ത്തി കിടത്തുകയും ചെയ്തപ്പോൾ, ആ സന്ദർഭം വിവരിക്കേണ്ടതില്ല എന്നാണ് തഫ്സീർ അമാനിയിൽ കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ അസ്ലമ, അവർ രണ്ടുപേരും സമർപ്പിച്ചപ്പോൾ എന്നാണ് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞത്. അഥവാ ഒരാൾ തൻ്റെ ഹൃദയം തകർന്നുകൊണ്ട് അതിന് തയ്യാറായി എന്നും മറ്റൊരാൾ സ്വന്തം ജീവൻ തന്നെ നൽകിക്കൊണ്ടും അതിന് തയ്യാറായി എന്നാണ്. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ്റെ മുഖം താഴേക്ക് ചരിച്ച് കമഴ്ത്തി കിടത്തിയത് കത്തിവെക്കുമ്പോൾ ആ കണ്ണിൽ നോക്കിപ്പോകാതിരിക്കാനാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപക്ഷെ ആ കണ്ണുകൾ തൻ്റെ മനസ്സിനെ തളർത്തിയാലോ എന്ന് പേടിച്ച്. ഇത് ക്രൂരതയല്ല, ഇതാണ് റബ്ബിലുള്ള തവക്കുലിൻ്റെ, അവനോടുള്ള വിധേയത്വത്തിൻ്റെ പരകോടി. സുബ്ഹാനല്ലാഹ്. ഇനി ഒരല്പം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാം. ഈ സംഭവം ഇതിലും മനോഹരമായി അവതരിപ്പിച്ച് കേട്ടവരാണ് ഞാനും നിങ്ങളും. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആ റബ്ബ് എന്നോടും നിങ്ങളോടും ഇപ്രകാരം സ്വന്തം മക്കളെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ ഇതിലും നിസ്സാരമായ, എത്രയോ നിസ്സാരമായ പലതും നാം നൽകാൻ വിമുഖത കാണിക്കാറില്ലേ? നമ്മൾ ഹജ്ജും ഉംറയും നിർവഹിക്കുമ്പോൾ കഅബ കണ്ട് പൊട്ടിക്കരയുന്ന നമ്മൾ, നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിന് മുമ്പിൽ വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നമ്മൾ, അതിനെല്ലാം തൊട്ടടുത്ത് മുടിയെടുക്കാൻ ഷോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ എന്തെല്ലാം നെഗോഷിയേഷനുകളാണ് നമ്മൾ പലരും റബ്ബ് സുബ്ഹാനഹു തആലയോട് നടത്താറുള്ളത്. എന്തൊക്കെ ദുർന്യായങ്ങളാണ് നാം മുന്നോട്ട് വെക്കാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം കേട്ട് കണ്ണു നിറഞ്ഞ എനിക്കും നിങ്ങൾക്കും സ്വന്തം തലയിൽ ഇനിയും വളർന്നു വരാനുള്ള ഒരു മുടി എടുക്കാൻ പോലും പലവട്ടം ആലോചിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാവും? സത്യത്തിൽ പ്രശ്നം എവിടെയാണ്? നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇസ്മായിലുമാരുണ്ട്. ചിലർക്കത് തലയിലെ മുടിയാവും, ചിലർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ദുശ്ശീലമാകും, ചിലർക്കത് ഹറാമായ ഒരു വരുമാന മാർഗമാകും, അതുമല്ലെങ്കിൽ പലവിധ ദേഹേച്ഛകളാകും. എല്ലാം റബ്ബിൻ്റെ പരീക്ഷണങ്ങൾ തന്നെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും മകൻ ഇസ്മായിൽ നബിയും അലൈഹിസ്സലാമയും സമർപ്പിച്ചതുപോലെ ഇതൊക്കെയും റബ്ബിന് വേണ്ടി ഉപേക്ഷിക്കാൻ, സ്വയം സമർപ്പിക്കാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ എന്നുള്ളതാണ് കാതലായ ചോദ്യം. അതേ സഹോദരങ്ങളെ, അള്ളാഹു ഉദ്ദേശിച്ചത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ രക്തം ചിന്താനല്ല, മറിച്ച് അവർ രണ്ടുപേരുടെയും ഹൃദയത്തെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല ഉളുഹിയ്യത്തിനെ കുറിച്ച് നമ്മോട് പറഞ്ഞപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതാണ്. ബലിമൃഗത്തിൻ്റെ രക്തവും മാംസവുമല്ല, മറിച്ച് അത് നിർവഹിക്കുന്നയാളുടെ മനസ്സിനുള്ളിലെ തഖ്വയാണ് എന്നിലെത്തുന്നത് എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വരെ ഞാനും നിങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച ദഹേച്ഛകളും പലവിധ ഒഴിവാക്കാൻ പറ്റാത്ത ദുശ്ശീലങ്ങളും മറ്റെല്ലാ ഹറാമുകളും ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ ഈ ഇസ്മായിൽ നബിയുടെയും ഈ
ഇബ്രാഹിം നബിയുടെയും സ്വയം സമർപ്പണത്തിൻ്റെ അതിശക്തമായ തവക്കുലിൻ്റെ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു അധ്യായം നമുക്ക് വലിയ ഒരു പ്രേരണയായി തീരേണ്ടതിൻ്റെ. അത്തരത്തിൽ സ്വയം പ്രേരിപ്പിക്കപ്പെടുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങളെ നന്നാക്കി ഇപ്രകാരം ജീവിതത്തിലെ എല്ലാ തിന്മകളെയും തുടച്ചു നീക്കി റബ്ബിലേക്ക് തിരിച്ചു നടക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും റമദാൻ ആഗതമായിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിയ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ മൗലഹ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ ആത്മാവിന് നീ തഖ്വ നൽകുകയും അതിനെ സംസ്കരിക്കുകയും ചെയ്യണമേ. നീയാണ് അതിനെ സംസ്കരിക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ. നീയാണ് അതിൻ്റെ രക്ഷകനും യജമാനനും. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.